നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്ന ഫ്യൂവലിൻ്റെ ഗേജ് കൃത്യമാണോ? ശരിക്കും പലർക്കും അങ്ങനെ ഒരു സംശയമുണ്ട്. അതുപോലൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാജ് 224 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഫ്യൂവൽ ബാർ അതിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാമോ? പെട്രോൾ ബാർ പെട്ടെന്ന് അങ്ങ് കുറയും, ബട്ട് കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ ഇനിയും ഓടാനുള്ള പെട്രോൾ കാണും. സോ ഫ്യൂവൽ ബാർ ഒരു കൺസിസ്റ്റൻസി ഇല്ല എനിക്ക് തോന്നുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണോ? അതായത് നമുക്ക് വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഗേജിനെ വിശ്വസിക്കാൻ സാധിക്കും നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ കാണിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കും. പക്ഷേ അത് മാറുന്നൊരു കണ്ടീഷനും കൂടെ ഞാനൊന്ന് എടുത്ത് പറഞ്ഞുതരാം. കാരണം നമ്മൾ പലപ്പോഴും അതിൻ്റെ കണ്ടീഷൻസാണ് മനസ്സിലാക്കാതെ പോകുന്നത്. കാരണം കണ്ടീഷൻസ് മനസ്സിലാക്കിയാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. നമ്മുടെ വാഹനം ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെയാണ് പോകുന്നത്. നിങ്ങൾ ഏകദേശം ഒരു ഹാഫ് ടാങ്ക് ഫ്യൂവൽ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ കാണിക്കുന്നത് വളരെ കൃത്യമായിരിക്കും. അതായത് എത്ര ഫ്യൂവൽ നമ്മുടെ വാഹനത്തിലുണ്ട് അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണിക്കുന്നതായിരിക്കും. പക്ഷേ അതേ സ്ഥാനത്ത് നിങ്ങളൊരു കയറ്റം കയറുകയാണ്, ഒരു ചെറിയൊരു കയറ്റമാണ് കയറുന്നത്. ഒരു കയറ്റം കയറുന്ന സമയത്ത് ഒന്ന് കയറ്റം കയറി നേരെ ആയിക്കഴിഞ്ഞാൽ ഈ ഗേജിന് വ്യത്യാസം വരത്തില്ല. എത്രയാണോ അത് കാണിച്ചിരുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഹൈ റേഞ്ച് പോകാമെന്ന് വെച്ചോളൂ. ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് നമുക്ക് നല്ല കുത്തനെ ഒരു ഏകദേശം ഒരു 10-20-30 കിലോമീറ്ററൊക്കെ ഓടാൻ കാണും. അങ്ങനെ വരുന്ന സമയത്ത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ വാഹനം ചിന്തിക്കുന്നത് തന്നെ ഫ്യൂവൽ കുറഞ്ഞു എന്നുള്ളത്. കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടാങ്ക് നമ്മൾ വാഹനം ഒരു കയറ്റമൊക്കെ കയറുമ്പോൾ ഇങ്ങോട്ട് പോരും. ഉള്ള പെട്രോൾ അതിനകത്തുള്ള പെട്രോൾ ബാക്കിലോട്ട് പോരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഫ്ലോട്ട് പൊങ്ങുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്ലോട്ടിൻ്റെ ലെവൽ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ ഫ്ലോട്ട് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത് വെച്ചാൽ ഇങ്ങോട്ട് കൂടുതൽ ഫ്യൂൽ വരുമ്പോൾ ഫ്ലോട്ട് പൊങ്ങും. അന്നേരം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 4 കട്ട അല്ലെങ്കിൽ ഒരു 5 കട്ട ഫ്യൂൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കട്ടയും കൂടെ കയറും, 6ാമത്തെ കട്ടയിലോട്ട് വരും. അന്നേരം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ കൂടുതൽ ഫ്യൂവൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കും. പക്ഷേ അതിനുശേഷം നമ്മൾ ഈ കയറ്റം കയറി ഇറങ്ങുന്ന സമയത്ത് നേരെ അവിടെ ഒരു റിവേഴ്സാണ് നടക്കുന്നത്. അതായത് ആ ഇരുന്ന ഫ്യൂവൽ മൊത്തം താഴോട്ട് പോകും. അതായത് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഇങ്ങനെ ഇരുന്നൊരു വാഹനം നേരെ താഴോട്ട് ചെരിഞ്ഞു, അന്നേരം ഈ ഫ്യൂവൽ മുഴുവൻ താഴോട്ട് പോകും. അങ്ങനെ താഴോട്ട് പോകുന്ന സമയത്ത് ഗേജ് എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഫ്ലോട്ട് താഴുന്ന സമയത്ത് ഇവിടെ ഒറ്റയടിക്ക് 2 ഫ്യൂവലിൻ്റെ ഗേജ് അങ്ങ് കുറയും. അന്നേരം നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. നമ്മുടെ വാഹനത്തിൻ്റെ ബാറുകൾ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഫ്യൂവൽ ഗേജ് തെറ്റല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരും. അപ്പം നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. കാരണം ഒരു കാരണവശാലും പെട്ടെന്ന് ഈ ഫ്ലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ റീഡിങ്സിന് മാറ്റം വരത്തില്ല. കുറച്ച് നേരം അത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ ഡിസ്പ്ലേയിൽ അതിനൊരു ചേഞ്ചസ് കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഇനി സംശയം വേണ്ട. ധൈര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം. ഇത് ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലാത്ത പക്ഷം വേറെ ഒന്നും കാണിക്കത്തില്ല. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ ഫുൾ ടാങ്ക് അടിച്ചൊന്ന് ഫില്ല് ചെയ്ത് കുറച്ച് ഓടുന്ന അനുസരിച്ച് ഇത് കറക്റ്റായിട്ടാണോ കുറയുന്നതെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും.